വ്യാപാര പങ്കാളികൾക്ക് തത്തുല്യ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുമെന്ന US പ്രസിഡന്റ് ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യക്ക് വലിയ തലവേദന. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തുന്നതിനേക്കാൾ ശരാശരി 10% ചുങ്കം അവിടെ നിന്നുള്ളവയ്ക്ക് ഇന്ത്യ ചുമത്തുന്നുണ്ട്. ട്രംപ് മോഡി കൂടിക്കാഴ്ചയുടെ സുഖാനുഭൂതിക്കിടയിലും ഈ ആശങ്ക വിപണിയിൽ പ്രതിഫലിച്ചു. 8ാം ദിവസവും കട്ടച്ചുവപ്പിൽ ഓഹരി വിപണി. അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് ഇളവ് കാട്ടേണ്ടി വരും. മ്യൂച്വൽ ഫണ്ടുകളിൽ മാസാമാസം ചെറുസംഖ്യയിടുന്ന SIP രീതിയിൽ നിക്ഷേപകർക്ക് കമ്പം കുറയുകയാണോ? SIP ക്യാൻസലേഷൻ അനുപാതം ഡിസംബറിലെ 83-ൽ നിന്ന് ജനുവരിയിൽ 109% വർദ്ധിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ അനുപാതം 60% മാത്രം. ഗുജറാത്തിലെ ഇന്ത്യ പാക് അതിർത്തിയിൽ അദാനി ഗ്രൂപ്പിന് കാറ്റാടി സൗരോർജ്ജ പദ്ധതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിരോധ സുരക്ഷാ ചട്ടങ്ങളിൽ ഇളവ് നൽകിയെന്ന ആരോപണം. അകലം അതിർത്തിയിൽ നിന്ന് 10 പകരം 1 കിലോമീറ്റർ മാത്രം. കുറഞ്ഞ വിലയ്ക്ക് ഭൂമി ലഭ്യമാക്കാൻ ദൂരപരിധി ഇളവ് ചെയ്യുകയായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന നിലപാടിൽ മനംമാറ്റമില്ലാതെ അമേരിക്ക. ശനി ഞായർ ദിവസങ്ങളിൽ 2 പ്രത്യേക വിമാനങ്ങളിൽ കൂടുതൽ പേർ ഇന്ത്യയിലേക്ക് മടങ്ങും. ഇക്കൊല്ലം IPL മത്സരങ്ങളുടെ തത്സമയ സംപ്രേഷണം സൗജന്യമായി ആസ്വദിക്കാൻ കഴിയണമെന്നില്ല. ഹൈബ്രിഡ് മോഡിലേക്ക് മാറാൻ റിലയൻസ് ഡിസ്നി സംയുക്ത സംരംഭം തീരുമാനിച്ചതായി റോയിട്ടേഴ്സ്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.